വിജേഷ്, കണ്ണൂരിൽ സീറ്റിലുള്ള പ്രതിസന്ധി ഇപ്പോഴും നീങ്ങിയിട്ടില്ല. ലീഗ് ഉയർത്തുന്ന ചില ആവശ്യങ്ങളുണ്ട്. എങ്ങനെ പരിഹരിക്കുമെന്നാണ് പി കെ രാഗേഷ് എങ്ങനെ വെല്ലുവിളിയാവുന്നുണ്ട്, ഇല്ലെങ്കിൽ ഭീഷണിയാവുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്? CPM-ന്റെ സീറ്റുകൾ ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. PP ദിവ്യയും നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റും ഒന്നും മത്സരിക്കുന്നില്ല എന്നുള്ള തീരുമാനമാണ്. എന്താണ് കണ്ണൂരിൽ സംഭവിക്കുന്നത്? ഇതിനകത്തെ കണ്ണൂരിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കോർപ്പറേഷനാണ് അവർക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കഴിഞ്ഞ തവണ കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് സംസ്ഥാന തലത്തിൽ UDF-ന് ഭരണം നിലനിർത്താൻ പറ്റിയ കോർപ്പറേഷൻ. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് UDF നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള സീറ്റ് ചർച്ച ആരംഭിച്ച ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള മുറിമുറുപ്പ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അവർ വാരൻ ഡിവിഷൻ, ഒപ്പം തന്നെ ആദ്യഘട്ടലായി വെത്തിലപ്പള്ളി തുടങ്ങിയ 3 ഡിവിഷനുകളാണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ആയി ഉന്നയിച്ചിരുന്നത്. അത് ലഭിക്കണമെന്നുള്ള ആവശ്യമാണ് ലീഗ് ഉന്നയിച്ചത്. ആ ഘട്ടത്തിൽ കോൺഗ്രസ് അതിനെ എതിർത്തു. പിന്നീട് 2020, അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും നേതൃത്വങ്ങൾ തമ്മിലുണ്ടാക്കിയ ഒരു കരാറ് മുസ്ലിം ലീഗ് പുറത്ത് വിട്ടു. അത് സംബന്ധിച്ചിട്ടുള്ള ധാരണ 2020 തന്നെ ഉണ്ടാക്കിയിരുന്നു. വാരൻ ഡിവിഷൻ തങ്ങൾക്ക് നൽകാൻ, തത്തുല്യമായ മറ്റൊരു സീറ്റ് കോൺഗ്രസിന് കൊടുക്കണമെന്നുള്ളൊരു നിബന്ധനയുടെ പുറത്ത് അന്ന് ആ കരാർ അംഗീകരിച്ചു എന്നുള്ളത് മുസ്ലിം ലീഗ് പറഞ്ഞു. ഈ ഘട്ടത്തിൽ വീണ്ടും ചർച്ചകൾ നടന്നു. അങ്ങനെ 3 ഘട്ടം ചർച്ച മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കണ്ണൂരിലെ നേതൃത്വങ്ങൾ തമ്മിൽ നടത്തി. പക്ഷേ ഇതിലൊന്നും ഒരു സമവായത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. ഇതിനെ തുടർന്ന് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട്, ഇനി കോൺഗ്രസ് തീരുമാനിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ആവശ്യമാണെങ്കിൽ ആ ഘട്ടത്തിൽ നമുക്ക് ഇടപെടാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തി. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതല UDF നൽകിയിരിക്കുന്നത് K. സുധാകരൻ MPക്കാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുധാകരൻ കണ്ണൂരിലില്ലായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി സുധാകരൻ കണ്ണൂരിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് മുസ്ലിം ലീഗുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയത്തിന് ഇതുവരെ സുധാകരൻ ശ്രമിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് അതിന് വഴങ്ങുകയില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. K. സുധാകരൻ കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിച്ച് ഒരു സമവായത്തിലെത്തിയ ശേഷം പറയട്ടെ എന്നുള്ളതാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഇതിനിടയിലാണ് മറ്റൊരു പ്രതിസന്ധിയായിട്ട് നിലവിലെ കൗൺസിലർ, കോൺഗ്രസിന്റെ കൗൺസിലറായിട്ടുള്ള മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയായിട്ടുള്ള PK രാഗേഷ് രംഗത്തെത്തിയിരിക്കുന്നത്. ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിൽ നേരത്തെ തന്നെ രാഗേഷ് രൂപീകരിച്ചിരുന്ന സംഘടനയുണ്ട്. അതിന്റെ പേരിൽ ഏകദേശം 15 ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികളെ സ്വന്തമായി നിർത്തുമെന്നാണ് PK രാഗേഷ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ LDF കൺവീനർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ N. ചന്ദ്രൻ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലുള്ള LDF കൺവീനർ പറഞ്ഞത് PK രാഗേഷുമായിട്ട് LDF ചർച്ചകൾ നടത്തി വരുന്നുണ്ട് എന്നാണ്. ഇന്ന് രാഗേഷ് നമ്മോട് പറഞ്ഞിരിക്കുന്ന അത്തരത്തിലുള്ള ചർച്ച LDF-മായി ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ രാഗേഷ് കൃത്യമായി കരുക്കൾ നീക്കുന്നുണ്ട്. ഏത് തരത്തിലാകും രാഗേഷും LDF-ഉം തമ്മിൽ അനുരഞ്ജനത്തിലെത്തുക എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ പ്രചാരണത്തിലേക്ക് പ്രശ്നങ്ങൾ തീർത്ത് കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. കണ്ണൂരിൽ ബിജീഷ് ഗോവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.